ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലടോ, എല്ലാവരും കൂടെ ഒരു മണ്ടത്തരം ചെയ്യാൻ തീരുമാനിച്ചില്ലേ? അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നതാ. അത് മണ്ടത്തരാണെന്ന് ആലോചിച്ചോണ്ടല്ലേ? ഒരു വീട്ടിൽ എന്തൊക്കെ പൂജകൾ നടക്കാറുണ്ട്? ഗണപതി ഹോമം, ആയുസിന് വേണ്ടി, അങ്ങനെ എന്തൊക്കെ പൂജകളുണ്ട്. അങ്ങനെ പൂജ നടത്തുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ആള് ഒരു ആത്മാവിന്റെ പേരിൽ രക്ഷപ്പെടും. അത്രേ ഉള്ളൂ. എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ടാ താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നത്? ഞാനാണെങ്കിൽ ഒരു നിമിഷം പോലും തന്റെ മനസ്സ് വേദനിക്കരുത്, ഒരു പ്രാവശ്യം പോലും തന്റെ കണ്ണ് നനയരുത് എന്ന് കരുതി നടക്കുക. ആ സമയത്താ എല്ലാവരും കൂടി ഒരുക്കം. സങ്കടം തോന്നില്ല തനിക്ക്? ഇനി ഞാൻ സങ്കടപ്പെട്ട ദൈവം എന്നെ ചീത്ത പറയും. ഒന്നുമില്ലാത്തവളാ ഞാനെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുന്നിൽ കൈവപ്പി കരഞ്ഞിട്ടുണ്ട് ഞാൻ. എന്തിന് എനിക്കൊരു അനാഥ ജന്മം തന്നു എന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടിയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല. പക്ഷെ ആയുസിൽ ഇതുവരെ പ്രാർത്ഥിച്ചതിന്റെ കൂലിയായിട്ട് എനിക്കൊരു വലിയ അനുഗ്രഹം എന്റെ കൃഷ്ണൻ തന്നിട്ടുണ്ട്. നിനക്കത് പോരെന്ന് എന്നോട് ചോദിച്ചു. അത് മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ സംഭവം? ഞാൻ അറിയാത്തൊരു അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ പേരാണ് വരുൺ. ഇതിനേക്കാളും നന്നായിട്ട് വേറെ ആരാ എന്നെ സ്നേഹിക്കുക? ഇതിനേക്കാളും നന്നായി വേറെ ആരാ എന്റെ കൂടെ നിൽക്കുക? എന്നിട്ട് ഞാൻ ഭഗവാന്റെ മുന്നിൽ ചെന്ന് പരാതി പറഞ്ഞാൽ ഭഗവാൻ എന്നോട് ചോദിക്കില്ലേ, നല്ല മനസ്സുള്ള ഒരു ആൺ ചെറുക്കനെ നിനക്ക് കൂട്ടായിട്ട് തന്നില്ലേ, അവൻ ജീവന്റെ ജീവനായിട്ട് സ്നേഹിക്കുന്നില്ലേ, എന്നിട്ട് എന്തിനാടി ഇങ്ങനെ പരാതിയും കൊണ്ടുവരുന്നതെന്ന്. പണ്ട് ഞാൻ ഒട്ടും ഭാഗ്യമില്ലാത്ത പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ നേരെ മറിച്ച. ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള പെണ്ണ് ഞാനാ. അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോ ഞാൻ ഏത് ദുരാത്മാവ് വന്നാലും പേടിക്കില്ല. ദുഷ്ടതയുള്ള മനുഷ്യര് വന്നാലും ഞാൻ പേടിക്കില്ല. അതുപോലെ നന്നായി സംസാരിക്കാൻ പഠിച്ചു എന്റെ പെണ്ണ്. അതെന്താന്നറിയോ? ഇത്രയും ധൈര്യമുള്ള ഒരാളെ ചാരി നിൽക്കുന്നതിന്റെയാ. മനസ്സിലെ ധൈര്യം പരിശോധിക്കുകയാണെങ്കിൽ അതിപ്പോ കൂടുതലാ. ഞാൻ ഹാപ്പിയാ വരുൺ, ഒരുപാട് ഹാപ്പിയാ. അത് മതി. നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതിലൊന്നും താൻ മനസ്സോടയാതെ നിൽക്കുമെങ്കിൽ അതിനപ്പുറത്ത് എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ എന്താ പറഞ്ഞത്? പേടി മറക്കുന്നത് എന്നെ ചാരി നിന്നിട്ടാണെന്നല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് ധൈര്യം തരാനേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. അടങ്ങി ഒതുങ്ങി അവിടെ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചോണം കേട്ടല്ലോ.